ഇന്ന് വരെ പറയാത്ത നീരാളിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ലാലേട്ടൻ്റെ കൂടെ ആകെ 2 സ്റ്റാഫേ ഉള്ളൂ, ഞാനുണ്ട്, ബാക്കി ആരുമില്ല ബോംബെ. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. പിന്നെ അന്ന് ഞങ്ങള് ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ടലിൽ അപ്പുറത്തെ ഇപ്പുറത്തെ റൂം, ഒരുമിച്ച് വണ്ടി രാവിലെ യാത്ര ചെയ്ത് സെറ്റ് ഞാനുണ്ട് ഫുൾ ടൈം. നേരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, വലിയ ഹിറ്റ് പടങ്ങളൊക്കെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം കണക്കുമായിട്ട് വരുമ്പം ഒന്നും കാണത്തില്ല, നഷ്ടമായിരിക്കും. പുള്ളിക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൽ അത് കുറയ്ക്കും. ലാലേട്ടൻ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ ഒരു കാരണവശാലും ഒരു കച്ചവടക്കാരനായി മാറാനൊക്കത്തില്ല. ഒരു കാരണവശാലും ഒക്കത്തില്ല. അയാൾ കച്ചവടക്കാരനായാൽ അയാളുടെ കല അയാളിൽ നിന്ന് പോകും, അത് ആരായാലും. പക്ഷെ ഒരു കച്ചവടക്കാരന് രണ്ടു വെക്കും. ഏതാ നേരം അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ നല്ല സിനിമകളും നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ ഉണ്ടായത് ആയിരിക്കണം. കാര്യം ഞാനത് കഴിഞ്ഞ ലാലേട്ടനെ പരിചയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല, അതുകൊണ്ട് കേട്ടുള്ള. പക്ഷെ എന്നോട് ലാലേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസിപ്ലിൻ, അതായത് സെറ്റിനകത്തെ ഡിസിപ്ലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. മുമ്പ് സത്യൻ അന്തിക്കാട് സാറ് തിലകൻ സാറിനെ അദ്ദേഹത്തിന്റെ സെറ്റിൽ മദ്യപിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ നിന്ന്, ആ സിനിമയാണ്, അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾക്ക് ശേഷം ഒറ്റ സിനിമയിലും സത്യൻ അന്തിക്കാട് സിനിമയിൽ തിലകൻ സാറിനെ കാണാൻ പറ്റില്ല. രണ്ടുപേരും വലിയ ടാലൻസ് ആണ്. പക്ഷെ ഡിസിപ്ലിന്റെ പുറത്ത് മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് സത്യൻ അന്തിക്കാട് സാർ. സമാനമായിട്ട് ശങ്കരാടി സാറിനെയും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട് മദ്യപിച്ചതിന്റെ പേരിൽ. ഇപ്പം സെറ്റിലുള്ള ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അതായത് സെറ്റിൽ നമ്മൾ പാലിക്കേണ്ട ശീലങ്ങൾ, പാലിക്കേണ്ടാത്ത കാര്യങ്ങൾ, ഇതിന് ആസ് എ പ്രൊഡ്യൂസർ സാർ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഞാൻ ലഹരി ഉൾപ്പെടെയാണ്, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദിക്കുന്നത്. ഇപ്പം സെറ്റിൽ ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടാനൊക്കത്തില്ല. അത് അയാളുടെ പേഴ്സണൽ ഇതാണ്. അയാൾ റൂമിൽ ഇരുന്നു മദ്യപിച്ചു, ആർക്കും ശല്യം ഉണ്ടാക്കിയില്ല, കറക്റ്റായിട്ട് വന്നാൽ എനിക്ക് അയാളെ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷെ അത് ഇവിടെ നിയമപരമായി അംഗീകരിച്ച സാധനമാണ് മദ്യം. മയക്കുമരുന്ന് ഒരു കാരണവശാലും നമ്മൾ കണ്ടാൽ ഒക്കത്തില്ല എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിൻ വേണ്ട എല്ലാ ആക്ഷൻസും നമ്മൾ ആദ്യം തന്നെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ സത്യൻ സാർ ഒന്നും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ലല്ലോ. കാരണം അദ്ദേഹം എവിടെ കിടക്കുന്നു, നമ്മളെവിടെ കിടക്കുന്നു. പക്ഷെ നമുക്ക് സെറ്റിൽ നിന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും, 1-2 ചെറിയ ഇഷ്യൂസ് അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. പലരും കുടിക്കാറൊക്കെ ഉണ്ട്, അവരുടെ റൂമിൽ ഇരുന്ന് കുടിക്കാറുണ്ട്, അവരിരുന്ന് കുടിക്കും, അവർ രാവിലെ സിനിമ സെറ്റ് വരും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾ അതിനകത്തേക്ക് ഇടപെട്ടാൽ മതിയല്ലോ. അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലേ. കേട്ടിട്ടുണ്ട് സൗബിൻ ആദ്യമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തു കൊടുത്തത് സന്തോഷ് ടി കുരുവിളയാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു അഡ്വാൻസ് കൊടുക്കുന്നതും ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ സാറാണ് എന്നുള്ളത്. ആ സിനിമ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഈ കാര്യം സത്യമാണോ? അത് സംഭവിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഇത് പണ്ട് സൗബിന് എന്നോട് കഥ പറഞ്ഞു. ഞാൻ സൗബിന് അഡ്വാൻസ് കൊടുക്കുന്നത്, സൗബിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ആക്സിസ് ബാങ്ക്, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ആക്സിസ് ബാങ്ക് ഞാൻ പോയി അക്കൗണ്ട് തുടങ്ങിച്ചു കൊടുത്തു. എന്നെ ആദ്യത്തെ അഡ്വാൻസ് ഇട്ട് കൊടുത്തു. ആ സിനിമയുടെ കഥ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 25,000. അന്നേരം അത് കഴിഞ്ഞ് സൗബിൻ അതിൻ്റെ കഥ എഴുതാൻ വേണ്ടി എൻ്റെ തന്നെ ഫ്ലാറ്റിൽ കാക്കനാട് നെസ്റ്റർ എന്ന് പറഞ്ഞ കളക്ടറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ തന്നെ പണിയിച്ച് അതിനകത്ത് അവിടെ ഇരുന്ന് കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്നയും റസൂലിനകത്തും പുള്ളി അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോഴും എന്നെ കാണുമ്പോഴെല്ലാം പറയും, ചേട്ടാ അന്നത്തെ നമുക്ക് ആ സിനിമ ചെയ്യണം കേട്ടോ, സിനിമ ചെയ്യണം എന്ന് പറയുന്നത്. പുള്ളി തന്നെയാണ് പല ഇന്റർവ്യൂവിൽ അത് പറഞ്ഞേക്കുന്നത്, ഞാനല്ല പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ആദ്യം ഇത് തന്നേക്കുന്നത്. ഞാനുമായിട്ട് വളരെ നല്ല ബന്ധവും എപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒക്കെയാണ്. അന്നേരം സിനിമ ചിലപ്പോൾ ഞങ്ങൾ ചെയ്തെന്നിരിക്കും. ചെറുകഥ എന്നായിരുന്നു സിനിമയുടെ പേര്. അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പം അഡ്വാൻസ് കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് ഞാൻ സിനിമാക്കാരനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. കാരണം നമ്മൾ സൗബിൻ എന്നുള്ള ഒരാളിൽ വലിയൊരു കലാകാരനുണ്ട് എന്ന് എന്നോട് 1-2 പേര് എപ്പോഴും പറയുമായിരുന്നു. ഒരു ജെയ്സ്മോൻ എന്ന് പറയുന്നത് സൗബിന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെയും ഫ്രണ്ടാണ്. അന്നേരം പുള്ളി എപ്പോഴും പറയുന്നത് ഭാവിയിലെ ജഗദീഷ് ശ്രീകുമാർ ആകാനുള്ള ആളാണ്. അന്നേരം ഞാൻ ജെയ്സിനോട് പറയും, ഡോക്ടർക്ക് തലയ്ക്ക് വട്ടായിട്ട് പറയുന്നതെന്ന് പറയും. അന്ന് ഇപ്പോഴല്ല, ഒത്തിരി കാലത്തിന് മുമ്പത്തെ കഥ ഞാൻ പറയുന്നത്. അന്നേരം അങ്ങനെ ആർക്കും നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ സിനിമ കഴിയും, ആ സിനിമ കഴിയുമ്പം അതിൽ നല്ലൊരു സാധനമായിട്ട് വന്നാൽ നമ്മൾ കേട്ടിട്ട് മനസ്സ് പറയാൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും, അതേ ഉള്ളൂ. ദുൽഖറുമായിട്ടൊരു സിനിമ മനസ്സിലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ദുൽഖർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര എനർജി ഉള്ള ഒരു ആക്ടറല്ലേ. കാര്യം പുള്ളി സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത്. ദുൽഖറിന് വേണ്ടി നമ്മൾ എഴുതിയ കഥയാണ് തല്ലുമാല സിനിമ. നമ്മുടെ കമ്പനി ദുൽഖറിന് വേണ്ടി എഴുതിച്ച കഥയാണ്. നമ്മുടെ ബോൾഗാട്ടി പാലസിൽ റൂം എടുത്ത് കൊടുത്ത് അവർ ഒത്തിരി നാൾ എഴുതി. അത് അവസാനം ദുൽഖറിന് ആ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നപ്പോഴാണ് എന്തോ
പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ കഥ ഡയറക്ടറോട് എടുത്തോളാൻ പറഞ്ഞു. ഡയറക്ടർ ഖാലിദ് റഹ്മാൻ അവര് സിനിമ കഥ നമ്മുടെ വാങ്ങിച്ചിട്ട് മേടിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ അങ്ങനെയാണ് അത് കൊടുത്ത് അത് ടൊവിനോ അതിലേക്ക് വന്ന് ചെയ്തത്. ഓക്കെ ഓക്കെ. സിനിമയും നമ്മുടെ സിനിമ ആവേണ്ടതായിരുന്നു. തല്ലുമാലയും ഇന്നത്തെ കേസോട് രണ്ടും നമുക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന കഥയാണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ഓപ്പിയം ഡ്രീമിൽ സിനിമാസ്, ഞാനും ആഷിഖപ്പും പാർട്ണറുള്ള കമ്പനി, അവരെ ഇരുത്തി നമ്മുടെ ബോൾഗാട്ടി പാലസിൽ എഴുതിക്കൊണ്ടിരുന്ന കഥയാണ്. പൃഥ്വിരാജുമായിട്ടൊരു സിനിമ ആഗ്രഹമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ വലിയ ആക്ടേഴ്സ് അല്ലേ. സിനിമ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് സമീപിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ? എന്നോട് ഈ നീലവിളിച്ച സിനിമയിൽ പുള്ളിയായിരുന്നു നായകനായിട്ട് വരേണ്ടത്. ഞാൻ അവസാനം ആ സിനിമ ഒത്തിരി മാറിയൊക്കെ പോയി പുള്ളി അദ്ദേഹവും കുഞ്ചാക്കോബാബനായിരുന്നല്ലോ ആദ്യം. അദ്ദേഹവും പൃഥ്വിരാജും ചാക്കോച്ചനുമായിരുന്നു. സിനിമ എല്ലാം മാറിപ്പോയി കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ എനിക്കൊരു മെയിലായിട്ട് തന്നെ അയച്ചു, തീർച്ചയായിട്ടും നമുക്കൊരു സിനിമയിൽ ഒന്നിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഇത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഒക്കാത്തത്, ഇത് ഒത്തിരി സമയം മാറിപ്പോയി. അതുകൊണ്ട് ഇൻകം ടാക്സിന്റെ റെയ്ഡ് പ്രൊഡ്യൂസർമാർക്ക് വലിയ ഭയം ഉണ്ടാക്കും, പേടി ഉണ്ടാക്കും. ED റെയ്ഡ് പ്രൊഡ്യൂസർമാരുടെ എന്നിട്ട് വിളറിയ മുഖങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ ന്യൂസ് അവറിലൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ED ഒരു പ്രൊഡ്യൂസർ പേടിക്കേണ്ടതുണ്ടോ? നമ്മളെ കള്ളപ്പണം വെളുപ്പിക്കാൻ പോയില്ലെങ്കിൽ എന്തിനാ ED പേടിപ്പിക്കുന്നത്? ഇതിനകത്ത് ഒരു ഗവൺമെന്റ് മെഷീനറിക്ക് നമ്മളെ എപ്പം വേണമെങ്കിലും നശിപ്പിക്കാം. അത് പണ്ട് പറയാറുണ്ട്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറിന് ഒരു വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയാൽ പോലും അതിലൊരു ഒരു കുറ്റം കണ്ടുപിടിച്ച് കേസ് എടുക്കാനാകും. നീ അങ്ങോട്ട് സിഗ്നൽ ഇട്ടില്ല എന്ന് പറഞ്ഞ് കേസ് എടുക്കാനാകും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എന്തിനാ പൈസ ഈ സിനിമയിൽ എവിടെയോ ബ്ലാക്ക് മണി ഉള്ളത്? ഞാൻ ഇന്ന് വരെ കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ ഉണ്ടാക്കുന്നത്, അതിലൊരു കടമ്പുണ്ടോ? അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കില്ലല്ലോ. ഖത്തറിലെ നമുക്ക് ഗൾഫിൽ കിട്ടുന്ന പൈസ എല്ലാം വൈറ്റ് മണിയല്ല. അത് ഇങ്ങോട്ട് അയച്ചാൽ NRI പൈസ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ടാക്സ് കൊടുക്കണ്ട. പിന്നെ അതുകൊണ്ട് നമുക്ക് അതേപ്പറ്റി ഇവിടെയുള്ള IT ആണ്. IT-ലൊന്നും പിന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഫുൾ എല്ലാം ഗൂഗിൾ പേയും മറ്റേ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ആണ്. നമുക്ക് അങ്ങനത്തെ പൈസ ഇല്ല. ഇൻകം ടാക്സുകാരെ പേടിക്കണമെന്ന് വിചാരിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. മഞ്ഞുമൽ ബോയ്സ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഷെയർ വെച്ച് വന്ന സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട്. ലോക അതുപോലെ തന്നെ ഡൊമിനിക് അരുൺ കഥ പറഞ്ഞ സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ രോമാഞ്ചം പ്രൊഡ്യൂസർ എൻ്റെ കൂടെ കുത്തിയിരുന്ന മറ്റേ ഡയറക്ടർ ജോൺ പോൾ പ്രൊഡ്യൂസർ ആകാൻ പറഞ്ഞ പടമാണ്. അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്. സാറിന്റെ സിനിമകളിൽ ചില റോൾ മാറാട്ടങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതിന് വല്ല യാഥാർത്ഥ്യങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ സായി പല്ലവി ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ അത്? സായി പല്ലവിക്ക് ഞാനും ആഷിക്കും കൂടെ എൻ്റെ ആക്സിസ് ബാങ്കിന്റെ ചെക്ക് എറണാകുളം ഇന്റർനാഷണൽ ഹോട്ടലിൽ വാതിക്ക് വെച്ച് 2 ലക്ഷം ചെക്ക് കൊടുത്താണ്.